വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ ടെക്സ്റ്റിലുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിന് മുന്നേ ഇട്ട ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. പുതിയ SCERT അടിസ്ഥാനപ്പെടുത്തി VFA ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇടുന്ന ക്ലാസ്സുകളും നോട്ടുകളും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേരാണ് വിവേചനത്തിനെതിരെ എന്നാണ്. നെൽസൺ മണ്ടേല പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെൻറ്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ടും ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവ്വം ഞങ്ങളെ പറഞ്ഞു വിടുന്നു. അനേക വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായൊരു വിചാരണ എനിക്ക് ലഭ്യമാകുമെന്ന് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഇത് നെൽസൺ മണ്ടേലയുടെ പ്രിട്ടോറിയ വിചാരണയിലെ ഒരു ഭാഗമാണ്. 1962 ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ പഠിക്കാത്തൊരു ജോണർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് ബോറായിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് ഈ ഒരു ഏരിയ. അപ്പോൾ എന്തായാലും ഒന്ന് കേട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ചോദിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. അപ്പോൾ ഒന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ദക്ഷിണാഫ്രിക്ക കൊടുത്തിട്ടുണ്ട്. ആർട്ടിക് സമുദ്രം, ദക്ഷിണാഫ്രിക്കയുടെ മുകളിൽ യൂറോപ്പ്, ഏഷ്യ, ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് അത്തരത്തിൽ പങ്കിടുന്നു. കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, ഭൂപ്രകൃതി. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക്കുമായിട്ട് അതിർത്തി പങ്കിടുന്നൊരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത് ഇവ യൂറോപ്പിലെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. ശുഭപ്രതീക്ഷാ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ശുഭപ്രതീക്ഷാ മുനമ്പ് ഒരു ഭൂപ്രദേശമാണ്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ളൊരു പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ വായിച്ചു വെച്ചേക്കാം. ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിൽ. ഇനി ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നു. ഇനി നമ്മൾ ദക്ഷിണാഫ്രിക്കയുടെ ഓരോ കാര്യങ്ങളിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. സാൻ ഗോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. അപ്പോൾ സാൻ ഗോസോ ഇതൊക്കെ എവിടുത്തെ ഗോത്രവിഭാഗങ്ങളാണ്, ജനവിഭാഗങ്ങളാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യർ എന്ത് ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തി തുടങ്ങുന്നത്. 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഡച്ച് സ്വാധീനം ശക്തമായിട്ട് വന്നു. എപ്പോഴാണ് ഡച്ച് സ്വാധീനം ശക്തമായിട്ട് വന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്? 17-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഡച്ച് സ്വാധീനം വന്നത്. അപ്പോൾ
കേപ്പ് ടൗൺ എന്ന പ്രദേശം ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട കോളനികളായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ കോളനിവൽക്കരണം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാനായിട്ട് ശ്രമിച്ചത്. എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് നോക്കാം. ബൂവറുകൾ. യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് അഥവാ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരെയാണ് ബൂവറുകൾ എന്ന് പറയുന്നത്. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനൻ എന്നും അവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ഇതിൽ നിന്നൊക്കെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അതായത് യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് അഥവാ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു ഡച്ച് പദമാണ്. പിൽക്കാലത്ത് ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും അവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഡച്ചു ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി മാറ്റി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പോൾ ബൂവറുകൾ അവിടെ എന്തായി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്, അടിമകളെ കൊണ്ടവർ പണിയെടുപ്പിച്ചു കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പം അവിടെ ഈ പറയുന്ന ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചപ്പോൾ അത് ഈ കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഈ ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടൻ കൊണ്ടുവന്ന കുറേ നയങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് അവിടുത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ ഒരു പലായനത്തെയാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാള്, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ബൂവർ യുദ്ധങ്ങൾ എന്താണെന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങളാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായ ദക്ഷിണാഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാനായിട്ട് ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് ഈ ബൂവർ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ നമുക്ക് 1-ാം ബൂവർ യുദ്ധം, 2-ാം ബൂവർ യുദ്ധം പഠിക്കേണ്ടതായിട്ടുണ്ട്. 1-ാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ 1-ാം ബൂവർ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ 1-ാം ബൂവർ യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. 1880-81 കാലഘട്ടത്തിലാണ്. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് രൂപീകരിക്കുകയും ചെയ്തു. 2-ാം ബൂവർ യുദ്ധം എന്താണെന്ന് നോക്കാം. സ്വർണ്ണ ഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ അതാണ് 2-ാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ 2-ാം ബൂവർ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്നുകൂടെ നോക്കുക. സ്വർണ്ണ ഖനികളിൽ നിന്നും സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ തർക്കങ്ങളാണ് 2-ാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് ഓർക്കുക. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യമാണ് വിജയിച്ചത്.
സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. അപ്പോൾ വെരിനിങ് സന്ധി എന്താണ്? ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ വെരിനിങ് സന്ധിയാണ്. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനന്മാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്തവർഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിലെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്കങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. ഒരു പോലീസുകാരൻ വന്നു. അയാൾ കൈക്ക് പിടിച്ചെന്നെ പുറത്തേക്ക് തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്ക് എറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ടൊരു ബെർത്ത് ഉണ്ടായിരുന്നു. ഡർബനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിസ്ബർഗിൽ ഞാൻ വാങ്ങി. ഇത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ അല്ലെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ നിന്നുള്ളൊരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ അന്നുണ്ടായിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമുക്ക് മുന്നിൽ ചിത്രീകരിക്കുന്നത്. മഹാത്മാഗാന്ധി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അപ്രഖ്യാപിത വർണ്ണ വിവേചനത്തിൻ്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഈയിടയ്ക്ക് നടന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ചതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. 1893 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി എത്തിയത്. അദ്ദേഹം അവിടെ ആരംഭിച്ചൊരു പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാവട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. 2-ാം ഭൂപര യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സത്യഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തുന്നു. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിന്നീട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ പേരാണ് സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ്. വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. ഖനി തൊഴിൽ നിയമം. വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു. പ്രാദേശിക ഭൂനിയമം. കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശം ഇല്ല. പ്രാദേശിക നഗര പ്രദേശ നിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇതൊക്കെയാണ് അന്നുണ്ടായിരുന്ന നിയമങ്ങൾ. നെൽസൺ മണ്ടേല 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പോൾ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് അദ്ദേഹം ജനനം. രോലിഹ് ലാഹ്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. രോലിഹ് ലാഹ്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്.
പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കെനി ഫാനിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗെയിൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിലത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിൻഗെയിൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഓട്ടോബയോഗ്രഫിയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. 1994 അത് എഴുതിയത്. അതിൽ ചെറിയൊരു ഭാഗമാണിത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്ത് തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരുന്നു. അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ ലോങ് വാക്ക് ടു ഫ്രീഡത്തിലെ കുറച്ച് ഭാഗങ്ങളാണ്. കോളനിവൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തൻ്റെ നാടിനും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു തുടങ്ങിയവരായിരുന്നു മണ്ടേലയ്ക്കും പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രധാന നേതാക്കൾ. അപ്പോൾ ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു. അപ്പാർത്തൈഡ് അഥവാ വർണ്ണവിവേചനം എന്താണെന്ന് നോക്കാം. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിവിൻ്റെ സാമൂഹ്യക്രമമാണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗ്ഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കുന്നു. 48 നാഷണൽ പാർട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ ചേർത്തിരിക്കുന്നവ. എന്തൊക്കെയാണ്? ഒരു പാസ് നിയമം, നേറ്റീവ് പാസ് ലോ ആക്ട് കൊണ്ടുവന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്രത്യേകമായിട്ട് എന്ത് വേണം? അനുമതി പത്രങ്ങൾ അഥവാ പാസ് ആവശ്യമായിരുന്നു. ഗ്രൂപ്പ് ഏരിയ നിയമം വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി. ഈ വ്യവസ്ഥ മഹാവർണ്ണവിവേചനം, ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെടുന്നു. ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. ബെൻഡു അധികാര നിയമം കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. പ്രത്യേക സൗകര്യ സംവരണ നിയമം മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. ബെൻഡു വിദ്യാഭ്യാസ നിയമം കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമാണ് അവകാശം നൽകി. ഇത്തരം നിയമങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായിട്ട് പാസാക്കിയ നിയമങ്ങൾ. പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ചിരുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകൾ ശ്രദ്ധിക്കൂ. നോൺ വൈറ്റ് മെയ്ഡ്സ്, കണ്ടോ, വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം. യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം, വെളുത്തവർഗക്കാർക്ക് മാത്രം പ്രവേശനം. ഈ പൊതുസ്ഥല സൗകര്യങ്ങളും വെളുത്തവർഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മുന്നറിയിപ്പ് തദ്ദേശീയരെ സൂക്ഷിക്കുക. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽത്തീരം വെളുത്തവർഗക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളായിരുന്നുള്ളൂ. അപ്പോൾ 37 സെക്ഷൻ പ്രകാരം എടുത്തു പറയുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയമവിധേയമാക്കിയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെയുള്ള വർണ്ണവിവേചനത്തിനെതിരെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടിയിരുന്നു.
ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. 1986 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ എന്താണ് ആഫ്രിക്കൻ വർഷം? ആഫ്രിക്കൻ രാജ്യക്കാരുടെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷമാണ് 1960. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960. അപ്പോൾ ഈ ആഫ്രിക്കൻ വർഷം ഏത് വർഷമാണ്? 1960. അതുപോലെ ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആളുകളെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഈ ഒരു വർഷത്തിന് കൊടുക്കുന്നത്. റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ അഥവാ കാലാപാനി ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്താണ്? ആൻഡമാൻ ദ്വീപിലൊരു സെല്ലുലാർ ജയിലുണ്ട്, അല്ലെ? കാലാപാനി എന്ന് പറയുന്നൊരു ജയിലുണ്ട്. അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുണ്ട്. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ്. നമുക്കറിയാം 18 വർഷമാണ് അദ്ദേഹം തടവിൽ കഴിഞ്ഞത്. അത് ഏത് ദ്വീപിലാണെന്ന് ചോദിച്ചാൽ റോബൻ ദ്വീപിലാണെന്ന് പറയാം. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ്, സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമരരീതി സംഘടിക്കപ്പെട്ടു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ഉണ്ടായിരുന്നു, ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും ഉണ്ടായിരുന്നു. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. റോബൻ ദ്വീപിലും പോൾസ്മോർ ജയിലിലുമായി തുടർച്ചയായി 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്തു? മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്നൊക്കെ പ്രമേയം പാസാക്കി. അങ്ങനെ നാട്ടിൽ മൊത്തം എന്തായി? കലാപങ്ങളായി. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെൻറ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹം നീണ്ട 26 വർഷത്തിന് ശേഷമാണ് 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനാവുന്നത്. 91 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു. 94 നടന്ന ആദ്യത്തെ ജനകീയ തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വലിയൊരു ചേഞ്ചാണ് ആ ഒരു രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അദ്ദേഹം 94 നടന്ന ആദ്യത്തെ ജനകീയ തിരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗം നമുക്ക് നോക്കാം. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെൻറ്റിനും ന്യായമായി അധികാരം അവകാശപ്പെടാനാവില്ല എന്ന് 94 സ്വാതന്ത്ര്യ ചാർട്ടറിൻ്റെ പ്രാരംഭ വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം
നെൽസൺ മണ്ടേല ഓർമ്മിപ്പിച്ചു. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മാതൃകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ പഠിക്കാത്തൊരു ടൈപ്പ് ഓഫ് ചാപ്റ്ററും കൂടിയാണിത്. ഇതിൽ കുറേ പുതിയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എഴുതിയെടുത്തും പോയിൻറ്റ്സ് ആക്കിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇത്തരം ആക്റ്റുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. VFAക്ക് സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.